നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബി ഫൈൻഡർ ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡിൻഡോ തേലപ്പള്ളി. മാൾട്ടയിലേക്ക് ആദ്യമായിട്ട് വരാനായിട്ട് ഒരുങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും ഡൗട്ടാണ്, ചേട്ടാ അവിടേക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്, ഇവിടേക്ക് വരാനുള്ള സ്റ്റേഷനറി ഐറ്റംസ്, നമ്മുടെ ഫുഡ് ഐറ്റംസ് അതൊക്കെ അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ അതിനുള്ള ഡൗട്ട് ഒരിക്കൽ കൂടി മാറ്റുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സംരംഭകരെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു മാവേലി ഇന്ത്യൻ ഷോപ്പ്. നമ്മുടെ മലയാളികളുടെ തന്നെ സ്വന്തം സംരംഭമാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോവുകയാണ് മാൾട്ടയിലെ മറ്റൊരു ഇന്ത്യൻ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള സംരംഭകർ തുടങ്ങിയിട്ടുള്ള ലിറ്റിൽ ഇന്ത്യ മിനി സൂപ്പർ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ മറ്റൊരു ലിറ്റിൽ ഇന്ത്യ സലൂൺ എന്ന ഒരു ബ്യൂട്ടി പാർലർ, ജെൻസ് ബ്യൂട്ടി പാർലറും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യ ഗ്രോസറി ആൻഡ് കൺവീനിയൻസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാസ്ക് വയ്ക്കാണ്ട് നമുക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അപ്പോൾ മാസ്ക് നിർബന്ധമാണ്. ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പിൽ കയറിയാലോ എവിടെ പോയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. ഉണക്കണം. പക്ഷേ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും കസ്റ്റമറും ക്യാഷ്യറും തമ്മിൽ ഒരു ഷീൽഡ് സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കടയുടെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് അകത്തേക്ക് കാണാം. നമ്മൾ ചെറിയ ഷോപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്തായാലും നമുക്ക് നിങ്ങളെ സർപ്രൈസ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന പല സുഹൃത്തുക്കൾക്കും ഇവിടെ പോരുമ്പോൾ ഈ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നമ്മളിവിടെ വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, ഈ പറയുന്ന നമ്മളുടെ ഭക്ഷണപദാർത്ഥങ്ങളായിട്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ ക്രോക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അപ്പം ഞാൻ മുമ്പ് നമ്മുടെ മാവേലി ഇന്ത്യൻ ഷോപ്പിനെ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു സംരംഭമാണ്. വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ പറയുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അരി ഐറ്റംസ് ആയാൽ പോലും നമുക്ക് നമ്മുടേതായ നിരവധി ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഇത്. കണ്ടോ, നമ്മുടെ സ്വന്തം കപ്പ. ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഏറ്റവും അന്വേഷിക്കുന്ന സംഭവമാണ്. നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പെടുന്ന ഏത്തക്കായ, കപ്പ, നമ്മുടെ പാവയ്ക്ക എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് വെജിറ്റബിൾ സെക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് ഈ പറയുന്ന സാധനങ്ങൾ. അപ്പം അതുപോലെ എല്ലാം ഇവിടെ അവർ ഒരുക്കാനായിട്ട് ഇവിടെ ശേഖരിക്കാനും ഇവിടെ നമ്മുടെ മലയാളികളും മറ്റുള്ള എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് മാൾട്ട. അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇനി നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് വേണ്ട, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
നമസ്കാരം, ഞാൻ ടോഫി പനക്കൽ, സ്ഥലം എറണാകുളത്ത് കുമ്പളങ്ങി എന്ന സ്ഥലത്താണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 ഇയറായി. ഞാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിച്ചിരുന്ന സാധനങ്ങൾ കിട്ടുമോ എന്നുള്ള ഒരു പേടി മാത്രം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് നമ്മൾ നാട്ടിൽ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും അങ്ങനത്തെ ടെൻഷൻ വേണ്ട, സന്തോഷത്തോടെ പോരുക. ഹാപ്പി ലൈഫാണ് ഇവിടെ. അപ്പൊ നമുക്ക് ലിറ്റിൽ ഇന്ത്യ ഗ്രോസറിയുടെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ട് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനോടെ ഉണ്ട്. നമുക്ക് അണ്ണനോട് തന്നെ, അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് സ്വദേശികളുടെ ഒരു സംരംഭമാണ് ലിറ്റിൽ ഇന്ത്യ ഗ്രോസറി ആൻഡ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആളോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, മറ്റുള്ള സാഹചര്യങ്ങൾ. അപ്പൊ അണ്ണ നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇവിടെ എന്തൊക്കെ അവൈലബിൾ ആണ് എന്നൊക്കെ അറിയാനും ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പൊതുവിൽ നമ്മുടെ മറ്റുള്ള ഇവിടുത്തെ മാൾട്ടയിലെ ഷോപ്പുകളുടെ ഒക്കെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വിവരണം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇപ്പൊ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് മാൾട്ടയിൽ എത്ര നാളായി? ഷോപ്പിനെ കുറിച്ച് ഒരു ചെറുതായിട്ടൊന്ന് പറയാമോ? ഇപ്പോ 4 മാസമായി. 4 മാസമായി. 4 മാസമായി. ആക്ച്വലി COVID-19 മുന്നാലെ തുടങ്ങായിരുന്നത്. ബട്ട് இந்த COVID-19 கொஞ்சம் டிலே ஆகி இப்போ 4 மாதമായി. இப்போ பரவாயில்ல, போய்கிட்டு இருக்கு. അപ്പൊ അണ്ണനോട് ഇപ്പൊ ഞങ്ങളുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് മലയാളം മിക്സ് ആണ്. അപ്പൊ നമ്മൾ മലയാളികൾക്ക് തമിഴൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ലല്ലോ, നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തമിഴ് പറയാന്ന് വെച്ചാൽ ഞാൻ അധികം എക്സ്പെർട്ട് അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭാഷ ഞങ്ങളുടെ ഇങ്ങനെയാണ് കൺവേഴ്സേഷൻ. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അണ്ണനോട് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ കിട്ടുന്ന സംഭവങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി എന്ന് പറയാവുന്നത് ഒരു ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും വന്നത്, എസ്പെഷ്യലി മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നൊന്ന് നമുക്ക് ഒന്ന് പറയാമോ? ஓகே, ഇവിടെ இப்போ மலையாள சாதனங்கள் எல்லா மசாலா ஐட்டம் இருக்கு. நம்ம கேரளா ஃபுல்லாக எல்லா பிக்கிள்ஸ் அப்புறம் இந்த எண்ணெய் ஐட்டம் எல்லா ஆயில்ஸ் உண்டு. ஸோ நிறைய பிராண்டட்ஸ் இருக்குது. அது நிரபரா, கேரளா டேஸ்ட்டு, மேலம், ஆச்சி மசாலா, ஈஸ்டர்ன் பிராண்டு. ஸோ நம்ம எல்லா பிராண்டும் இப்போ வாங்கி வச்சிருக்கு. இப்போ மோஸ்ட்லி எல்லா ஐட்டமும் இப்போ மசாலா ஐட்டம் எல்லா ஐட்டமும் கிடைக்குது. இவன் எக்ஸாம்பிள் புட்டு பொடி, பத்திரி பொடி, இடியாப் பொடி, பாலாப்பா பொடி, உப்புமா ரவா, தோசை பொடி, இட்லி பொடி. ஸோ நமக்கு எல்லா சாதனம் கிடைக்கும் അവിടെ. ഇവിടെ வந்தால் மால்ட்டா சாப்பிட்டு வந்தால் கூட எல்லா சாதனம் கிட்டு. ஈவன் காய்கறி, வெஜிடபிள்ஸு. ஸோ இங்கே புளி, குடம்புளி விட அவ்வளோ ரேர் இங்கே கிடைக்கிறது. இங்கே குடம்புளி உள்ள உண்டு. புளியிலே வந்து 5 வெரைட்டிஸ் உண்டு. பேஸ்ட் உண்டு, குடம்புளி உண்டு, நார்மல் புளி உண்டு. இங்கே கொட்டை புளி உண்டு, கொட்டை இல்லாத புளி உண்டு. டாட்டா சால்ட்டு, ഈവൻ കുറച്ച് நிறைയ ഉണ്ട് ഇവിടെ. ഇപ്പൊ അണ്ണൻ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകള് ഈസ്റ്റേൺ, മേളം, നിറപറ, കേരള ടേസ്റ്റ്, കിച്ചൺ ട്രഷർ എന്ന് വേണ്ട എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ്, നമ്മള് ആട്ട ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ആശീർവാദ്, പിന്നെ എന്താ പറയണേ, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും, നമ്മുടെ പ്യുവർ ബട്ടർ, നെയ്യ്, നമ്മൾ ബിരിയാണിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ
നമ്മുടെ നാട്ടിലെ പോലെ അല്ല, തണുപ്പ് ആയതുകൊണ്ട് ഇപ്പൊ കട്ടയായിട്ടായിട്ടും ഇരിക്കണേ. എന്നിരുന്ന പോലെ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ പുളി ഐറ്റംസ്, പിന്നെ എന്താ പറയണേ, ഓൾമോസ്റ്റ് എല്ലാ സാധനവും. വേറെ ഒരു പ്രത്യേകമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാലേ, എന്നാ ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്നത്, പരിചയപ്പെടുത്തി കൊടുക്കുക. അച്ചാർ ഐറ്റംസ് ഒരാൾക്കും മിസ്സാവില്ല. കണ്ടോ, നാരങ്ങ, നമ്മുടെ ഇതൊക്കെ നിറബറയുടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. നിറബറയുടെ നമ്മുടെ പറയുന്ന നാരങ്ങ, കട്ട്മാങ്ങ എന്ന് പറയുന്ന എല്ലാ സാധനവും. പിന്നെ ഐറ്റംസ് ഇത് ഇവിടെ നിരന്ന് നോക്കിക്കഴിഞ്ഞാൽ പച്ചമുളക് അച്ചാർ, ചെമ്മീൻ ചമ്മന്തി, തേങ്ങപ്പൊടി ചമ്മന്തി, ചെമ്മീൻ അച്ചാർ, മീനച്ചാർ, നാരങ്ങ, വടകംപുളി എന്ന് വേണ്ടത് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ പാക്ക് ചെയ്തൊക്കെയാണ് വരാറെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് നമുക്ക് ലഗേജ് അത്രയും സാധനങ്ങൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാം. ഇപ്പൊ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ ആദ്യം വരുമ്പോൾ മിക്സി ആയാലും കുക്കർ ആയിരുന്നാലും മറ്റു പാത്രങ്ങളായാലും ഓരോന്നും നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതിവിടെ കിട്ടോ കിട്ടില്ല എന്നുള്ളൊരു ഡൗട്ടാണ് നമുക്ക് നമ്മുടേതായ കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അണ്ണാ ഈ ക്രോക്കറി ഐറ്റംസ് ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? ഇവിടെ നമ്മട്ട് ഇപ്പൊ അന്നക്കരണ്ടി, ഗ്ലാസ്, സ്പൂണ്, நம்ம வந்து கிச்சன் யூஸ் பண்ணுற இடுக்கி, எவ்வளோ தட்டு, நம்ம சில்வர் பிளேட்டு ഇവിടെ മാൾട്ടാല വണ്ടി കിട്ടില്ല. ഇവിടെ സിൽവർ പ്ലേറ്റ് നല്ല പ്രൈസ്, നല്ല ഒറിജിനൽ ക്വാളിറ്റി സിൽവർ പ്ലേറ്റ്. പ്ലസ് வந்து நம்ம குக்கர் ഉണ്ട് ഇവിടെ வந்து അടുത്ത കുക്കർ, ഗ്രൈൻഡർ, മിക്സി ഇപ്പോൾ ഫിനിഷ് ആയി. ബട്ട് പുറസാധനം കൊണ്ട് പ്ലസ് வந்து நம்ம அப்பச்சட்டி, பால் சட்டியில் வந்து மூணு வெரைட்டிஸ் ഉണ്ട്. ஸோ நமக்கு எல்லா சாதனமும் ഉണ്ട്. இன்னும் நிறைய சாதனம் வர ഹലോ, എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ കൊച്ചിയിലാണ് താമസം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമായി. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മലയാളികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് നമുക്ക് പുട്ട് കഴിക്കണമെങ്കിൽ പുട്ടുപൊടി, ഇതുണ്ടാവും നിറവറയുടെ എല്ലാ ഐറ്റംസും, അച്ചാർ പൊടി, നമ്മ ഇതൊക്കെ അച്ചാറൊക്കെ നാട്ടിൽ നിന്നാ പലപ്പോഴും കൊണ്ടുവരാറ്. പക്ഷെ ഇതിപ്പോ ഇവിടെ എല്ലാ സംഭവവും കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ ഒരു ടെൻഷനേ ഇല്ല. എല്ലാ സാധനവും കിട്ടും, ഒരു പേടിയും വേണ്ട. നമുക്ക് ഇവിടെ യൂറോപ്പിലാണെന്ന് വിചാരിച്ച ഒരു പേടിയും വേണ്ട. എല്ലാവർക്കും ധൈര്യമായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. എൻ്റെ പേര് ജിനീഷ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. എൻ്റെ പേര് സോളമൻ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യം ഫസ്റ്റില് മാൾട്ടിനെ പറ്റി ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എന്താണ് മാൾട്ട എന്നും പിന്നെ ഇവിടുത്തെ കൾച്ചർ എന്താണെന്നും പിന്നെ ഇവിടെ നമ്മളെ മലയാളി ഫുഡ് അങ്ങനത്തെ എല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നേരാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും നല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് മാൾട്ടയാണ്. കാരണം നമുക്ക് ജോലി ചെയ്യാനാണെങ്കിലും നമുക്ക് സമ്പാദിക്കാനാണെങ്കിലും പിന്നെ ആകെയുള്ള ടെൻഷനും ഫുഡിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ അരി അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എല്ലാം സുലഭമാണെന്ന് അറിഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഈ ഷോപ്പ്, നമ്മളെ ലിറ്റിൽ ഇന്ത്യ ഷോപ്പ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് A to Z, നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത് കഴിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള എന്തൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല 100% അവർ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് വരുന്നത്. എല്ലാ ഇതും സെറ്റപ്പാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷം തികയുന്നു. വരുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്നാണ് എല്ലാം കൊണ്ടുവന്നത്. മസാല, അരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇതെല്ലാം ലഭിക്കും എന്നുള്ളൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ MC-യുടെ ഭാഗത്തായിട്ട് ഞങ്ങൾക്ക് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കേന്ദ്രീകരിച്ചുള്ള കടകൾ ഞങ്ങൾ പരിചയപ്പെട്ടത്. മാവേലി, അതുപോലെ തന്നെ ലിറ്റിൽ ഇന്ത്യ, ഈ കടകളിലെല്ലാം ഞങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. മസാലയോ കൂട്ടുകളോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതും വളരെ തുച്ഛമായ വിലയിലാണ്. വിലയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയും വേണ്ട. எல்லாம் நமக்கு நாட்டில் கிட்டுன அதே ரேட்டில் தான் ഇവിടെ அவைலபிள் ആണ്. நான் இந்த கடைக்கு வந்து ரெகுலர் கஸ்டமரு. நான் ரெகுலராக வந்துட்டுருக்கேன். இங்கே வந்துட்டு ஆல்மோஸ்ட் ஹோல் இந்தியாவோட மசாலா எல்லாத்தையும் இங்கே வந்து நான் பார்க்குறேன், ஒரே இடத்துல பார்க்குறேன். லைக் வந்துட்டு இது வந்து MDH, நார்த் இந்தியன் மசாலா, சான் மசாலா, லைக் தால் மக்கானி. தெர் இஸ் லாட் ஆஃப் வெரைட்டிஸ் ஹியர் மசாலா யூ கேன் சி. ஆல்சோ இது வந்து பார்த்தீங்கன்னா ரெடி டு குக்கு. சமையல் பண்ண தெரியாதவங்களே எடுத்து சமையல் பண்ணிடலாம் ஈஸியாக. ஜஸ்ட்டு ரொம்ப ஈஸி இது. மசாலா பார்த்தீங்கன்னா இங்கே நிறைய மசாலா பார்க்குறேன், உங்களுக்கு காமிக்கிறேன். இது வந்து நிறையா இருக்குது, ஒன்று ஒன்றா என்னால் சொல்ல முடியாது, அவ்வளோ இருக்குங்க. பார்த்தீங்கன்னா ஃபுல்லாக இது பிரியா, ஸ்பெஷலி ஆந்திரா மசாலா, இது ஆந்திராவோடது. ஈவன் பிரியா ஊறுகாய், மலையாளத்தில் அச்சாரம்னு சொல்லுவாங்க.
ஆல் வெரைட்டிஸ் மசாலாவும் இருக்குது. எல்லாம் பார்த்தீங்கன்னா இது ஃபுல்லாக ஆச்சி ஊறுகாய் இருக்குது, மதர்ஸ் க்ரீன் சில்லி ஊறுகாய் இருக்குது, நிறையா இருக்குது. எல்லாமே இங்கே பார்க்குறேன். ஈவன் இந்த பார்த்தீங்கன்னா இதயம் நல்லெண்ணெய், சீசம் ஆயில் இதயம் இது அதுவும் கிடைக்கிது இங்கே. பாம் ஆயில் கிடைக்கிது, ரொம்ப ரேரு மால்ட்டாவில் கிடைக்கிறது. ஆல் வெரைட்டி ஆஃப் சன்ஃப்ளவர் ஆயில்ஸ், லோக்கல் ஆயில் எல்லாம் கிடைக்கிது. ஈவன் பாஸ்தா, ஹோல் சில்லி நிறையா இருக்குது. இங்கே அரிசி கொஞ்சம் இருக்குது. பார்த்தீங்கன்னா அரிசி ரெட் பாஸ்மதி ரைஸ், வெரி ரேரு. ரெட்டில் பாஸ்மதி ரைஸ் இது. ஜீரா ரைஸ் இஸ் வெரி குட் ஃபார் பிரியாணி. ஜீரா ரைஸ் கிடைக்கிது. பெர்பாயில் ரைஸ் நிறையா கிடைக்கிது. ஆல்மோஸ்ட் ஆல் பாஸ்மதி இங்கே கிடைக்குன்னு வச்சுக்கோங்களேன். இங்கே வந்தீங்கன்னா எல்லா பாஸ்மதி பெர்பாயில் ரைஸும் எல்லாமே கிடைக்கிது. ஓரளவுக்கு இங்கே வந்தாൽ ഇല്ലെന്ന് சொல்லாமல் പോകണം. മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അരി. അരി ഇല്ലാണ്ട് നമുക്ക് എവിടെ പോയാലും ചോറ് കഴിക്കാണ്ട് പറ്റില്ല. അതിപ്പോ ഇവൺ അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും ആദ്യം അന്വേഷിക്കുന്നത് അവിടെ അരി കിട്ടുമെന്നാണ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇഷ്ടം ലോട്ട് ഓഫ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അണ്ണാ നമുക്ക് അരി ഐറ്റംസ് ഒക്കെ ഒന്ന് ഏതൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി. ഇവിടെ வந்து நமக்கு எல்லா அரியும் உண்டு. இப்போ எக்ஸாம்பிள் வந்து சன்ன ரெட் ரைஸு, ஒயிட் ரைஸு, லாங் கிரைன் ரைஸு, கேரளா ஜேஆர் உண்டு, தஞ்சாவூர் ரைஸ் இருக்குது, பொன்னி பாயில் ரைஸ் இருக்குது, ஆந்திரா சோள மச்சடி இருக்குது, பாலக்காட்டு மட்டை அரி உண்டு, குத்தரி உண்டு. ஸோ நம்மகிட்ட இந்த மாதிரி எல்லாம் நிறைய வெரைட்டிஸ் உண்டு. ஸோ ഇവിടെ வந்து 18 വകயான അരി ഉണ്ട്. 18 വകயான അരി ഉണ്ട്. 18 വെറൈറ്റീസ് അരിയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലിപ്പോ നമ്മൾ മലയാളികൾ കഴിക്കുന്ന നമ്മുടെ വെള്ളരി ആണെങ്കിലും മട്ടരി ആയാലും നമ്മൾ ഈ പറയുന്ന ലോങ് റൈസ്, പിന്നെ അതുപോലെ തന്നെ ബസ്മതി ബിരിയാണി അരിയുടെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഇത് കൂടുതലും ഇവര് ബ്രാൻഡ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇവര് കണ്ട ലിറ്റിൽ ഇന്ത്യ അവരിത് പാക്കൊക്കെ റെഡിയാക്കി സ്വന്തം നാട്ടിൽ നിന്ന് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ അരികളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഈ പറയുന്ന നമ്മളുടെ മലയാളികൾക്ക് എന്താ പറയുന്ന ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഷോപ്പും കൂടിയാണ്. അപ്പൊ മാൾട്ടയിലുള്ള മറ്റുള്ള കടകളുടെ ഒപ്പം തന്നെ നമ്മള് ഇപ്പൊ ഇവർക്കും ആശംസ അറിയിക്കാൻ കാരണം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇനിയും കട ഡെവലപ്പ് ആവട്ടെ. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ നൽകുന്ന സപ്പോർട്ടിനും പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോ ഇവിടെ നിർത്താണ്. അപ്പോൾ അത്യാവശ്യം ഇൻഫർമേഷൻ ഇനി ഇവിടെ മാൾട്ടയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ നമുക്ക് ഇവരുടെ മറ്റൊരു സംരംഭമായിട്ടുള്ള ലിറ്റിൽ ഇന്ത്യ സലൂൺ ഇതിന്റെ തൊട്ടടുത്തുണ്ട്. അതിന്റെ ഭാഗങ്ങൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അണ്ണ ഞങ്ങള് നമ്മുടെ സലൂൺ ഷോപ്പിലും കൂടി ഒന്ന് പോകുന്നുണ്ട്. അത് ആൾക്കാർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആണല്ലോ. അപ്പൊ അതും കൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്ര നേരം ഞങ്ങളോട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കാണിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. അണ്ണന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പൊതുവിൽ താങ്ക് യു എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിലും പറയാം. നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ട്. അവരോട് ഷോപ്പിങ്ങിന് വരാനോ എന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇനി നാട്ടിൽ നിന്ന് വരാനുള്ളവരോടായാലും എന്താ പറയാനുള്ളത്? கடை தொடங்கி இப்போ 4-5 மாதம் வரைக்கும் ஆயிடுச்சு. ஸோ இப்போ நமக்கு ഇവിടെ வந்து எல்லா ஆல் ஓவர் இந்தியா எல்லா ஸ்டேட் ஆளுகளும் கூட வராங்க. எஸ்பெஷலி மலையாள ஐட்டம் வந்து நிறைய ஐட்டம் இங்கே இருக்குது. இப்போ எல்லா ஐட்டம் இல்லைன்னு சொல்லாமல் எல்லா ஐட்டமும் இங்கே இருக்குது. வந்தால் வந்து நம்பி வரலாம், எல்லா ஐட்டமும் கிடைக்குது. இதுவரை நல்ல ஆதரவு கொடுத்துருக்கீங்க. இன்னும் தொடர்ந்து உங்கள் ஆதரவு கண்டிப்பாக வேணும். ஸோ அனைவருக்கும் நன்றி.